ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇഫ് എൽസ് ലാഡർ അല്ലെങ്കിൽ എൽസ് ഇഫ് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ കുറെ ക്ലാസ്സിലായിട്ട് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അല്ലെങ്കിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറയും. അപ്പൊ ഇതിന്റെ പല പാർട്സ് ആയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടീഷണൽ ഓപ്പറേറ്ററിനെ എന്താണെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്താന്ന് പറഞ്ഞു. പിന്നെ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്താ, ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ഇഫും എൽസും ഉള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. പിന്നെ നെസ്റ്റഡ് ഇഫ് പറഞ്ഞു. അങ്ങനെ ആ ഒരു സീരീസിലെ അടുത്ത ടോപ്പിക്കാണ് എൽസ് ഇഫ് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്, അതായത് എൽസ് ഇഫ് ലാഡർ എന്ന് പറയും. ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്രയും നാളുള്ള കേസിൽ നമ്മൾ രണ്ട് കണ്ടീഷൻ ആയിരുന്നു ചെക്ക് ചെയ്തിരുന്നത്. രണ്ട് കണ്ടീഷൻ അല്ല, ഒരു കണ്ടീഷൻ ആയിരുന്നു ചെക്ക് ചെയ്തിരുന്നത്. അതിന്റെ ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ അതിന്റെ ഫോൾസ്, ഇത് രണ്ടും മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ള സ്റ്റേറ്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഈ കേസിൽ അങ്ങനെയല്ല, ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. അപ്പൊ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇഫ് എൽസ് ലാഡർ യൂസ് ചെയ്യാം. അതിനൊരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ഗ്രേഡ് പ്രിന്റ് ചെയ്യുന്നത് അല്ലെ, ഗ്രേഡ് പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയും, അപ്പൊ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ എടുക്കുന്നത്. 90 അബവ് ആണെങ്കിൽ എ പ്ലസ്, അല്ലെ 90 to 100 ആണെങ്കിൽ എ പ്ലസ്, 80 to 90 ആണെങ്കിൽ എ, ദെൻ 70 to 80 ആണെങ്കിൽ ബി. അപ്പൊ ഈ രീതിയിൽ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിലധികം കമ്പാരിസൺ വരണം അല്ലെ. ഒരു കണ്ടീഷൻ കൊണ്ട് അവിടെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഒന്നിലധികം കമ്പാരിസൺ വരണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, എവിടെയൊക്കെയാണ് വരുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മൾ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ്, മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യേണ്ട സമയത്താണ് നമ്മൾ എൽസ് ഇഫ് ലാഡർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ എൽസ് ഇഫ് ലാഡർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാം. അത് നമ്മൾ ചില കേസിൽ നമ്മൾ നെസ്റ്റഡ് ഇഫ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പല എക്സാമ്പിൾസ് ചെയ്ത് വരുമ്പോൾ ചില കേസിൽ നെസ്റ്റഡ് ഇഫ് ആയിട്ടൊക്കെ ചെയ്തതിനെ നമുക്ക് എന്ത് ചെയ്യാം, എൽസ് ഇഫ് ലാഡർ ഉപയോഗിച്ച് മാറ്റാനായിട്ട് പറ്റും. ഇനി അതിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ കാണിച്ചു തരാം. ഇതാണ് അതിന്റെ ഒരു സിന്താക്സ് എന്ന് പറയുന്നത്. അപ്പം ആദ്യം ഇഫിൽ നമ്മൾ ഒരു എക്സ്പ്രഷൻ ചെക്ക് ചെയ്യും. ഈ എക്സ്പ്രഷൻ 1 ട്രൂ ആണെങ്കിൽ നമ്മൾ ഈ ബ്ലോക്ക് 1ലുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇനി എക്സ്പ്രഷൻ 1 ഫോൾസ് ആണെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. എൽസ് ഇഫ് എന്നുള്ള രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇത് ഫോൾസ് ആണെങ്കിൽ എക്സ്പ്രഷൻ 3 ചെക്ക് ചെയ്യും. എന്നിട്ട് ഇത് ട്രൂ ആണെങ്കിൽ ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ എത്ര കണ്ടീഷൻസ് വേണമെങ്കിലും നമുക്ക് ചെക്ക് ചെയ്യാം. ഇതൊന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ എൽസിൽ കിടക്കുന്ന ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ കൊടുത്തത് കണ്ടീഷൻസ് എല്ലാം തെറ്റാണെങ്കിൽ ലാസ്റ്റ് വന്നിട്ട് ഏതായിരിക്കും, എൽസിൽ കിടക്കുന്ന ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് ഇഫ് എൽസ് ലാഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ലാഡറിന്റെ ഷേപ്പിലാണ്. ഇപ്പൊ ഇത് കണ്ടോ, ഇതുപോലെ ഒരു ലാഡറിന്റെ ഷേപ്പിലാണ് ഇതിന്റെ ഫ്ലോ ചാർട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ക്വസ്റ്റ്യൻ വരികയാണ്, ഡിസിഷൻ മേക്കിംഗ് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾ അതിന്റെ സിന്താക്സും ഫ്ലോ ചാർട്ടും വരയ്ക്കണം. അപ്പൊ ഫ്ലോ ചാർട്ട് ഓർക്കുക. ആദ്യം ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇവിടെ 1 0 എന്ന് എഴുതിയിരിക്കുന്നത് ട്രൂ ഫോൾസ് ആണ്. 1 എന്ന് പറഞ്ഞാൽ ട്രൂ, 0 എന്ന് പറഞ്ഞാൽ ഫോൾസ്. അതാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ഇഫിന്ന് പുറത്തേക്ക് വരും. പുറത്ത് കിടക്കുന്ന ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇത് ഫോൾസ് ആണെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ കണ്ടീഷൻ ഫോൾസ് ആണ്, ഇത് ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇത് ഫോൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷനിലേക്ക് വരും. ഇത് ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇത് ഫോൾസ് ആണെങ്കിൽ ലാസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകും. അപ്പം ഇത് മുഴുവൻ ചെക്ക് ചെയ്തിട്ട് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, എല്ലാം ഫോൾസ് ആണെങ്കിൽ മാത്രമേ ഇത് എൽസ് പാർട്ടിൽ കിടക്കുന്നത് എക്സിക്യൂട്ട് ചെയ്യും. അത് ഓപ്ഷണൽ ആണ്, കൊടുക്കണം നിർബന്ധമൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ അതോടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയ ഒരു പ്രോബ്ലം ആയിരുന്നു. ഇത് നമ്മൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ 0 ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്ത പ്രോബ്ലം ആയിരുന്നു. ഇത് നെസ്റ്റഡ് ഇഫ് പറഞ്ഞപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം വെച്ചിട്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തത്. അതിൻ്റെ അത് നമ്മൾ നെസ്റ്റഡ് ഇഫ് ആയിട്ടാണ് ചെയ്തിരുന്നത്. അപ്പൊ നെസ്റ്റഡ് ഇഫ് ആയിട്ട് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ഒരു എൽസ് ഇഫ് ലാഡർ ഉപയോഗിച്ച് ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം. ഓക്കെ, അപ്പം തൽക്കാലത്തേക്ക് ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ കുറച്ചൊന്ന് താഴത്തേക്ക് വിടുകയാണ്, കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഒന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് എഴുതി തുടങ്ങാം. ഓക്കെ, നമ്മളിവിടെ വന്നിട്ട് നിൽക്കുന്നുണ്ട്.
അപ്പം നമ്മൾ ആദ്യമേ ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആവശ്യമായിട്ടുള്ള ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, വോയിഡ് മെയിൻ തുടങ്ങിയിട്ടുണ്ട്, വേരിയബിൾ ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ട്, CR സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അത് സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി എയിലേക്ക് നമ്മൾ ഒരു വാല്യൂ അസൈൻ ചെയ്തു. ഞാനിപ്പോൾ ഇവിടെ കിടക്കുന്നത് 0 ആണ്, ഞാനത് മാറ്റിയിട്ട് 10 എന്നുള്ളൊരു വാല്യൂ കൊടുക്കുവാണ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ആദ്യം നമ്മൾ ഇഫ് എഴുതുക. ഇഫിന്റെ അകത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന കണ്ടീഷൻ a ലെസ് ദാൻ 0 ആണ്. അത് ഏത് ഓർഡറിൽ ചെക്ക് ചെയ്യാം? ആദ്യം a ഗ്രേറ്റർ ദാൻ 0 ചെക്ക് ചെയ്യാം. കണ്ടീഷൻ ഏത് ഓർഡറിൽ വേണമെങ്കിലും ചെയ്യാം, നമുക്ക് നിർബന്ധമില്ല. ഞാനിവിടെ ആദ്യം a ലെസ് ദാൻ 0 എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോവാണ്. ദെൻ പ്രിന്റ്എഫ് എഴുതി. പ്രിന്റ്എഫിനകത്ത് പ്രിന്റ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ് എന്താണ്? a ഈസ് നെഗറ്റീവ്. 0ക്കാണ് ചെറുതാണെങ്കിൽ എന്തായിരിക്കും? അത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, എന്നാലും നെഗറ്റീവ് എന്ന് പറഞ്ഞ് ഞാൻ പ്രിന്റ് ചെയ്തു. ഇത് ഇഫില് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഉള്ളെങ്കിൽ നമ്മൾ ആ കേർലി ബ്രേസസ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി എൽസ് എന്ന് എഴുതിയിട്ട് ഒരു സ്പേസ് ഇടണം, എന്നിട്ട് ഇഫ് എന്ന് എഴുതുക. എൽസ് ഇഫ് എന്ന് ഒരുമിച്ച് എഴുതരുത്. എൽസ് എന്ന് എഴുതിയിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് ഇഫ് എന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോവാണ്. a ലെസ് ദാൻ 0 ആണെങ്കിൽ അത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി അതല്ല, a ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്തായിരിക്കും? അപ്പൊ നമുക്ക് പ്രിന്റ് ചെയ്യാം. പ്രിന്റ്എഫ് എന്തായിരിക്കും? ഈസ് പോസിറ്റീവ്. ഓക്കെ, a ലെസ് ദാൻ 0 ആണോ നോക്കി? അല്ല. അപ്പൊ നമ്മൾ അടുത്തത് എന്ത് ചെക്ക് ചെയ്തു? a ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കി. a ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താണ്? അത് പോസിറ്റീവ് ആണെന്ന് പ്രിന്റ് ചെയ്തു. അപ്പൊ ഇത് രണ്ടും അല്ല, a ലെസ് ദാൻ 0യും അല്ല, a ഗ്രേറ്റർ ദാൻ 0യും അല്ല. എങ്കിൽ പിന്നെ അടുത്തത് എന്തായിരിക്കും? ഒരേ ഒരു ഓപ്ഷനെ ബാക്കിയുള്ളൂ. എന്താണ്? a ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ a ഈസ് ഈക്വൽ ടു 0 നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എൽസ് എന്ന് എഴുതുക. ഓക്കെ, എൽസ് ഇഫ് ലാഡറിൽ എൽസ് എന്ന് എഴുതുക. എന്നിട്ട് എന്ത് കൊടുക്കുക? പ്രിന്റ്. ഡിഫോൾട്ട് ആയിട്ട്, അതായത് ഇതിന് മുന്നേ വരുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ്സും അത് ഫോൾസ് എന്നുള്ള കണ്ടീഷനാണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ അടുത്ത് വരുന്നത് എന്തായിരിക്കും? ഈ എൽസ് പാർട്ടിൽ കിടക്കുന്നത് ഡിഫോൾട്ട് ആയിട്ട്. ഇതിന് മുന്നേ എല്ലാം ഉള്ളതെല്ലാം ഫോൾസ് ആണെങ്കിൽ എൽസ് പാർട്ട് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്ത് പറയാം? a ഈസ് 0 അല്ലെ? a നെഗറ്റീവും അല്ല, a പോസിറ്റീവും അല്ല. എങ്കിൽ പിന്നെ നമുക്ക് ഒറ്റ ഓപ്ഷനേ ബാക്കിയുള്ളൂ. എന്താണ്? a 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്രോബ്ലം. നമ്മൾ എയുടെ വാല്യൂ പഴയ പോലെ തന്നെ ഒന്ന് പ്രിന്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഗെറ്റ് ch സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്കിതിനെ എഴുതാം. ഞാൻ കുറച്ച് സ്പേസ് ഒക്കെ ഇട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതേ ഉള്ളൂ, ഒന്നും നിർബന്ധമൊന്നുമല്ല. ഒരു ലാഡറിന്റെ പോലെ വരുന്നു. അതാണ് എൽസ് ഇഫ് ലാഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒറ്റ കാര്യം ഓർത്തിരുന്നാൽ മതി. ആദ്യം ഇഫിന്റെ കൂടെ വരുന്ന എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് നോക്കും. അത് ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അത് ഫോൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അതും ഫോൾസ് ആണെങ്കിൽ. ഇങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് എഴുതാം. മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. അങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ചെക്ക് ചെയ്യാം. എല്ലാം ഫോൾസ് എന്നുള്ള കണ്ടീഷനാണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ലാസ്റ്റ് വരുന്ന ഏതായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, 0 അല്ല, ഈ എൽസ് പാർട്ടിൽ കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. ഓക്കെ, 0 ആണ്. ദെൻ റൺ ചെയ്ത് നോക്കാം. a is positive, value of a is equal to 10. കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി അടുത്തത് നമുക്ക് ശരിയാണോ എന്നൊന്നും കൂടി നോക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ, നിങ്ങൾ ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ എല്ലാ വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക കേട്ടോ. കമ്പൈൽ ചെയ്തു, റൺ ചെയ്തു. അപ്പൊ a നെഗറ്റീവ് 10 ആണ് കൊടുത്തിരിക്കുന്നത്. വാല്യൂ ഓഫ് a is equal to -10 എന്ന് കിട്ടിയിട്ടുണ്ട്. a is നെഗറ്റീവ്, അതും കറക്റ്റ് ആണ്. ഇനി നമുക്ക് ബാക്കിയുള്ളത് എന്താണ്? 0 ആണ്. 0യും കൊടുത്തു നോക്കാം. വാല്യൂ ഓഫ് a is equal to 0. ഓക്കെ, ഇതാണ് നമ്മുടെ എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ കണ്ടീഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം ഇത് ചെക്ക് ചെയ്യും. അത് ഫോൾസ് ആണെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് പോകും. അങ്ങനെ എല്ലാം ചെക്ക് ചെയ്തിട്ട് എല്ലാ കണ്ടീഷൻ മുകളിലുള്ളതെല്ലാം റിട്ടേൺ ചെയ്യുന്നത് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ എൽസ് കിടക്കുന്ന വാല്യൂ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.